അങ്ങനെ കൽപ്പറ്റ വരെ മത്സ്യകന്യക വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി കണ്ടു കളയാം. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ നോട്ട് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇതൊക്കെ ഇത് നല്ല രസമില്ലല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പോകണം കേട്ടോ. ഞാനും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇയാളെ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണൂല്ലേ ഞാൻ ആരെ കാണാനാണ് വന്നതെന്ന്. ഇയാളെ കാണാനല്ല കേട്ടോ വന്നേ, ഇയാൾ എൻ്റെ കൂടെ വന്നതാണ്. ഇയാളെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് വന്നത് നിങ്ങൾക്ക് തീരെ മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ സർപ്രൈസ് ഇവിടെ റിവീൽ ചെയ്യാണ്. ഇത് അക്വാ ടണൽ എക്സ്പോ ആണ് കേട്ടോ, അവിടെയാണ് കേട്ടോ ഞാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ ലാഭിക്കും. ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി ഞങ്ങളെ ലക്ഷ്യം ഈ മീനിനെ കാണാന്നുള്ളതല്ല, ഞങ്ങൾക്ക് മത്സ്യകന്യകനെ കാണണം. അങ്ങനെ നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിയ ടിക്കറ്റ് അയാൾ വെറുതെ കീറി കൈ തന്നിക്കുക. എന്തൊരു അഹങ്കാരമാണല്ലേ ആ മനുഷ്യന്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മീനെ കാണാന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ മീൻ ഉണ്ടാവില്ല. അവിടെ കാണാനും പഠിക്കാനും പറ്റിയ കുറച്ചധികം സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല. ഫിഷൊക്കെ ഉള്ള ടണലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ കളർഫുൾ ആയിട്ട് കുട്ടി 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 മീനുകളാണ് കേട്ടോ ഇതിലുള്ളത്. ഞാൻ ഈ അക്വാ ടണൽ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുട്ടി മീനുകളെയാണ് കേട്ടോ. നല്ല ഫുൾ കളർഫുൾ ആയിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു അവിടെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ അടുത്തെന്താ ഇഷ്ടമായിട്ടുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ നിങ്ങൾ ഈ മീനിനെ കണ്ടു. ഈ മീൻ വളരെ അനുസരണമുള്ള ഒരു മീനാണ് കേട്ടോ. ഞാൻ അതിനെ വിളിക്കുമ്പോൾ അത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വേറെന്തോ കണ്ടിട്ട് വന്നതാണ്, പക്ഷെ എന്നാലും എനിക്ക് ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനാക്കുന്നത് കണ്ട് കുറച്ച് കുട്ടീസ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കളിക്കുന്ന പോലെ തന്നെ അതുങ്ങളും കളിച്ച് നോക്കുന്നുണ്ട്. എല്ലാ മീനുകളും വെള്ളത്തിൽ നീന്തി കളിക്കുമ്പോൾ കുറച്ച് ആൾക്കാരും മാത്രം ഫുൾ ടൈം റെസ്റ്റ് എടുക്കും. ഞാനൊന്ന് എണീപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. അത് കറക്റ്റിട്ടാണ്. നമ്മൾ ഇത്രയും നേരം ക്യൂരിയസ് ആയിട്ട് കാത്തുനിന്ന് മത്സ്യകന്യകനാണ് കേട്ടോ കാണാൻ പോകുന്നത്. വന്നു പോയി മത്സ്യകന്യക വന്നു കേട്ടോ. കുറച്ച് ഹായും ബൈയൊക്കെ പറഞ്ഞ് മത്സ്യകന്യക മേലെ കയറി പോയിട്ടുണ്ട്. പക്ഷേ മത്സ്യകന്യക എനിക്ക് ഫോട്ടോയ്ക്ക് കുറച്ച് പോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. 100 രൂപ കൊടുത്തിട്ടാണെങ്കിലും ഇവന്റെ നോട്ടം കുറച്ച് ഓവറല്ലേ, എനിക്കത് അത്ര പറ്റിയിട്ടില്ല കേട്ടോ. ഇത് സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടമായിട്ടോ അത്. സ്ട്രോബെറിക്ക് കുറച്ച് പുളിയൊക്കെ ഉണ്ട് എന്നാലും, പക്ഷേ ആ ചോക്ലേറ്റ് മുക്കി കഴിക്കുമ്പോൾ നല്ല രസമാണ്, ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രാഫിക്കാർക്കും അങ്ങനെ ചോക്ലേറ്റ് വല്ലാതെ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ മൂപ്പർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ പീസിന് ഞങ്ങൾ രണ്ടാളും അടിയായിരിക്കും. അപ്പോൾ നിങ്ങളും ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഇത്ര ക്രൂഷ്യലായ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അവിടെ സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ബുക്സും
തിങ്സൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്നെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടു, ഇത് കത്തി പോലെ ഇല്ലേ, പക്ഷേ ഇത് കത്തിയല്ല, ഇത് നിങ്ങളൊട്ടും വിചാരിക്കാത്തൊരു സാധനമാണ്. ഇതൊരു ചീർപ്പാണ്. ഇങ്ങനെ ഇത്ര നന്നായി ചളവടിക്കാൻ പറ്റുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ മുന്നേ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ചളവടിക്കാൻ പറ്റാനും കിട്ടാറില്ല. ഇപ്പം എനിക്ക് നിങ്ങളെ കിട്ടിയല്ലോ, ഇപ്പം പിന്നെ നിങ്ങളുടെ അടുത്ത് 10 പറയാലോ. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള ഒരു ഇതിലെത്തിയിട്ടോ. വേറെ ഒന്നിനും കയറണം എന്ന് എനിക്ക് വലിയ മൂടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോഴാണ് ഇവിടെ ഞാൻ പാനിപ്പൂരി എന്നുള്ളൊരു ബോർഡ് കണ്ടത്. ആ ബോർഡ് എൻ്റെ മാടി വിളിച്ച്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. ആസ്യൂഷ്വൽ എനിക്ക് എന്നും മുട്ടം പണിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. അതുകൊണ്ട് ഇന്ന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് റാഫിഖാനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിന്ന് എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തു നിന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാത്തുതിരിപ്പുകൾക്കൊടുവിൽ എൻ്റെ തക്കുടുമുണ്ടത്തിന് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ പുളിവെള്ളമാണ് കേട്ടോ നോക്കുന്നത്. പുളിവെള്ളമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാലും ടേസ്റ്റ് ഉണ്ടാകുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല ഫ്ലോപ്പ് സാധനമാണ്. ആരും അവിടെ പോയിട്ട് പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കണ്ട കേട്ടോ. പാനിപ്പൂരി ഭ്രാന്തന്മാർ. അതുകൊണ്ട് ആരെങ്കിലും അവിടുന്ന് പാനിപ്പൂരി കഴിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാത്തതായിരിക്കും ബെറ്റർ. പിന്നെ റൈഡിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. പിന്നെ ആരെങ്കിലും അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ പാനിപ്പൂരി കഴിച്ച് പണി കിട്ടിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് അവിടെ ഇഷ്ടമായിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കറിയാം, ഒബ്വിയസ്ലി അത് മരിച്ചുകനികനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ. പിന്നെ അവിടെ നിന്നത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ.